രാജസ്ഥാനിലെ ജസൽമീറിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് ആക്രമണത്തിൽ പതിച്ച മിസൈലുകളും സ്ഫോടക വസ്തുക്കളുമാണ് നിർവീര്യമാക്കുന്നത്. അനിൽ വാസുദേവാണ് ചേരുന്നത് അവിടെ നിന്ന്. അനിൽ, ഈ വെടിനിർത്തൽ ധാരണയായി എങ്കിൽ പോലും പിന്നീടും ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി വരുന്നത് നിർവീര്യമാക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ, മിസൈൽ ഉൾപ്പെടെ അവിടെ ഉണ്ടെങ്കിൽ അത് ജനജീവിതത്തിന് വളരെയേറെ ആഘാതമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അപകടങ്ങൾ ഇല്ലാതാക്കുക, അതാണ് ഇപ്പോഴുള്ള ഈ നടപടികളുടെ ഒരു ഉദ്ദേശം, ലക്ഷ്യം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ബാർമീറിലും ഒപ്പം തന്നെ ജയ്സൽമീറിൻ്റെ പല പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ആക്രമണങ്ങളുണ്ടായിരുന്നു, ഡ്രോൺ ആക്രമണങ്ങളുണ്ടായിരുന്നു. പലയിടത്തായി പൊഖ്റാനിലും ഒപ്പം തന്നെ ഈ ബാർമീറിലൊക്കെ തന്നെ മിസൈലിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു പൂർണ്ണമായ തരത്തിൽ വന്നു. പക്ഷേ ആ പ്രദേശത്ത് ആളപായമോ നാശനഷ്ടമോ ഒന്നും തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ നാട്ടുകാർ തന്നെയാണ്, നേറ്റീവ്സ് തന്നെയാണ് ഈ സൈന്യത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഒക്കെ തന്നെ ഇത് കണ്ടതായി അറിയിച്ചത്. അങ്ങനെ ശേഖരിച്ച വസ്തുക്കളാണ് ഇന്ന് ജയ്സൽമീറിൽ നിർവീര്യമാക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇനിയും കണ്ടാൽ ഇക്കാര്യങ്ങൾ പോലീസിനെ ഉടനടി അല്ലെങ്കിൽ സൈന്യത്തെ ഉടനടി അറിയിക്കണമെന്നാണ് SP പറയുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾ ഇനിയും ഇവിടെ, പ്രത്യേകിച്ച് ഒരു കാർഷിക പ്രദേശമാണ്, അല്ലെങ്കിൽ ധാരാളം ആളുകളൊക്കെ തന്നെ, ഈ ആടുകളെയും മറ്റുമൊക്കെ തന്നെ മേയ്ക്കുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇവരുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഇവരൊക്കെ അത്തരത്തിൽ ചെന്ന് ചാടുന്ന ഒരുപക്ഷെ ഇനിയും വലിയ അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ സൈന്യത്തെ അറിയിക്കണമെന്നാണ് നാട്ടുകാർക്ക് ഇപ്പോൾ SP നൽകുന്ന നിർദ്ദേശം. എന്തായാലും ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട്. സ്മിത.